നീ ഒരു ഫെമിനിസ്റ്റ് അല്ലേ? നിനക്ക് പുരുഷന്മാരോട് വെറുപ്പല്ലേ? സ്ത്രീകളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു ഈ ചോദ്യം വല്ലാണ്ട് ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ അല്ല ചേട്ടാ, ഫെമിനിസം എന്നാൽ പുരുഷന്മാരെ വെറുക്കലല്ല, അത് അനീതിയെ എതിർക്കലാണ്. ഫെമിനിസം എന്നാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശങ്ങൾ. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഹ്യൂമനിസം എന്ന് വിളിച്ചൂടെ? എന്തിനാ നിങ്ങൾ ഇതിനെ ഫെമിനിസം എന്ന് വിളിക്കുന്നത്? ഒരു ഉദാഹരണം പറയാം, അപ്പൊ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിലെ ബാത്റൂമിലെ പൈപ്പ് ലീക്കായി. നമ്മൾ വിചാരിക്കണം വീട് മുഴുവൻ അങ്ങോട്ട് ഡിമോളിഷ് ചെയ്യാം. ഇല്ലല്ലോ, പുതിയൊരു പൈപ്പ് വാങ്ങിച്ച് ശരിയാക്കും. അതുപോലെ 1800-കളിൽ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, സ്വന്തമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഫെമിനിസം തുടങ്ങിയത്. അതുകൊണ്ടാണ് ഹ്യൂമനിസം എന്ന് പറയാതെ ഫെമിനിസം എന്ന് പറഞ്ഞത്. കാരണം വർഷങ്ങളായി സ്ത്രീകൾക്ക് സ്പെസിഫിക് ആയി കൂടുതൽ അനീതി നേരിട്ടു. ആ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ ആ പേര് വന്നു. അതിൽ വലിയൊരു തെറ്റിദ്ധാരണ എന്താ വെച്ചാല്, സ്ത്രീകൾക്ക് ഡിസേർവ് ചെയ്യാത്ത സാലറി വേണം എന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ജോബ് കൊടുക്കണോ, ക്വാളിഫൈഡ് അല്ലാത്തത് ജോബ് കൊടുക്കണോ? നോ, ഇതാരും പറയുന്നില്ല. ഫെമിനിസം പറയുന്നത് സെയിം ക്വാളിഫിക്കേഷൻ, സെയിം എക്സ്പീരിയൻസ്, സെയിം ജോബ്, സെയിം പെർഫോമൻസ് ആണെങ്കിൽ മാത്രം സെയിം സാലറി, അല്ലാതെ യോഗ്യതയില്ലാതെ കൊടുക്കണം എന്നല്ല. അത് ആർക്കും വേണ്ട. ഒരു വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ആണും പെണ്ണും ഈക്വൽ ആണോ? ആണും പെണ്ണും ഈക്വൽ അല്ല. ബയോളജിക്കലി, ഫിസിക്കലി, ഹോർമോണലി, മെന്റലി കുറേ ഡിഫറൻസസ് ഉണ്ട്. അത് റിയാലിറ്റിയാണ്, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവകാശങ്ങൾ കുറയണം എന്നില്ല. ഫെമിനിസം പറയുന്നത് യോഗ്യത അനുസരിച്ച് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, ജെൻഡർ നോക്കാതെ ഇവാലുവേറ്റ് ചെയ്യണം, ബയസ് ഇല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യണം, ക്യാപ്പബിൾ ആണെങ്കിൽ ചാൻസ് കൊടുക്കണം, മെറിറ്റ് ബേസ്ഡ് ഓൾവേസ്. ഇതിൽ പുരുഷന്മാർക്കും ബെനിഫിറ്റ്സ് ഉണ്ട്. ബോയ്സ് ഡോണ്ട് ക്രൈ എന്ന് പറയാതിരിക്കാം, പെറ്റേണിറ്റി ലീവ് എടുക്കാം, നഴ്സ്, ടീച്ചർ, ബ്യൂട്ടീഷ്യൻ ആകാം, ജഡ്ജ്മെന്റ് ഇല്ലാണ്ട്, ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല, പ്രൊവൈഡർ മാത്രമായിട്ട് ഫീൽ ചെയ്യണ്ട. ഫെമിനിസം ഈസ് ഫ്രീഡം ഫോർ എവരി വൺ. ചുരുക്കി പറഞ്ഞ തുല്യ അവസരം വേണം, കഴിവ് കൊണ്ട് ജഡ്ജ് ചെയ്യണം, ജെൻഡർ ബയാസ് വേണ്ട, ഡിഫറൻസസ് റെസ്പെക്ട് ചെയ്യണം, ബട്ട് ലിമിറ്റേഷൻസ് ആക്കരുത്. അത് ഡിസേർവ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. നോ ഡിസ്ക്രിമിനേഷൻ ഫോർ ജെൻഡർ, കാസ്റ്റ്, റിലീജിയൻ. സോ, are you a feminist?